വാക്കുകൾക്ക് ഹൃദയങ്ങളെ സ്പർശിക്കാനുള്ള അത്ഭുത ശക്തിയുണ്ട്. ചിന്തകൾക്ക് ചിറകുകൾ നൽകാനും സ്വപ്നങ്ങൾക്ക് വഴി കാട്ടാനുമുള്ള മാന്ത്രികതയും. വരൂ, നമുക്ക് വാക്കുകളുടെ പൂക്കാലത്തിലേക്ക് നടക്കാം. ഒരു പുസ്തകം തുറക്കുമ്പോൾ ഒരു ലോകം തുറക്കുന്നു എന്നല്ലേ പറയാറ്? വഴികളോ തിര തൊടുന്ന പുതിയ കരകളോ മനുഷ്യന് മാത്രം ആസ്വദിക്കാൻ കഴിയുന്നതാണ് വായന. അറിവ് നേടാനുള്ള പ്രധാന മാർഗവും വായന തന്നെ. കുട്ടികളിൽ വായനാശീലവും താല്പര്യവും ഉണർത്തുക എന്ന ലക്ഷ്യത്തോടെ ഞങ്ങളുടെ പുസ്തക വണ്ടി ഇതാ യാത്ര തിരിക്കുകയാണ്. സ്വപ്നം കണ്ടതെല്ലാം ഉള്ളം കയ്യിൽ തൂകി സ്നേഹം നോൽക്കും നാടേ സ്വർഗം തന്നെ നീയേ. തീരത്തേതോ നാളിൽ പണ്ടേ ഇഷ്ടം തേടി അലഞ്ഞെന്നോ വെള്ളിത്തേരിൽ വെണ്ണിൽ പോരും മേഘത്തെല്ലായി മൊഴിയായി. നീലകണ്ഠപിള്ളയുടെ പൊതിച്ചോറ് എന്ന കഥയുടെ ആവിഷ്കാരമാണ് ഞങ്ങൾ നടത്തുന്നത്. ചോറ്റോത്ര എടുത്താൻ സത്യം പറഞ്ഞോ? ഇപ്പം പറഞ്ഞിക്കണ്ട ഒന്നും ചെയ്യില്ല. ഭയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛമ്മന്റെ അടുത്തുണ്ടോ? എടാ, ഇന്നങ്ങനെ എടുത്തുള്ള ചോറ്റുപാത്രം ഞാനൊന്നും എടുത്തിട്ടില്ലേ. ഞാനെടുത്ത ഈ കുട്ടിയുടെ ചോറ്റുപാത്രം ആരോ മോഷ്ടിച്ചു. ചോറ്റുപാത്രം മോഷ്ടിച്ചോ? നേരാണോ? പെട്ട മാനേജർ, ഞാൻ നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ്. ഒരു പക്ഷേ ഈ കത്ത് വായിച്ചാൽ നിങ്ങൾ എന്നെ പിടിച്ചു വിട്ടേക്കാം. എന്നാലും ആ കുട്ടിയുടെ കണ്ണീര് ഇത് പറയാതിരിക്കാൻ എന്നെ അനുവദിക്കുന്നില്ല. ഇന്ന് നമ്മുടെ സ്കൂളിൽ ഒരു സംഭവമുണ്ടായി. ഒരു ചോറ്റുപാത്രം മോഷ്ടിക്കപ്പെട്ടു. അതെടുത്തത് ഞാനാണ്. നിങ്ങൾ തരുന്ന 30 രൂപ കൊണ്ട് എൻ്റെ വീട്ടിലെ 10 പേരുടെ വയറ് നിറയുന്നില്ല. ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കാതെ ഞാൻ എങ്ങനെ ജോലി ചെയ്യും? വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ചെയ്തു പോയതാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം എന്ന് നിങ്ങളുടെ സ്വന്തം എച്ച്.